ഹായ് ഹലോ, ഞാൻ എസ്മൻ സാദത്ത്. നീറ്റ് 2024 672 മാർക്സും ഓൾ ഇന്ത്യ റാങ്ക് 11,064 കേരള റാങ്ക് 1098 ലഭിച്ചു. ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വഴി എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തു. ഞാൻ +1 +2 SH കിളിമല റെസിഡൻഷ്യൽ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് കൊല്ലം ബ്രില്യൻറ്റിൽ ഞാൻ റിപ്പീറ്റ് ചെയ്തിരുന്നു. ഇനി ഓരോ സബ്ജക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫിസിക്സിനെ പറ്റി തന്നെ പറയാം. ഫിസിക്സ് എന്ന് പറയുമ്പം എല്ലാവരും പറയുന്നത് പോലെ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്തു പോവുക. ഞാൻ പഠിച്ച സമയത്ത് ക്ലാസ് തുടങ്ങിയപ്പം തൊട്ടും മോഡൽ പരീക്ഷയുടെ കുറച്ച് മാസങ്ങൾ മുമ്പ്, അതായത് ജാനുവരിയിൽ വരെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത് ഫിസിക്സിനായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ മോഡൽ പരീക്ഷ എഴുതുന്ന ആ ഒരു സമയത്ത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ആ ഒരു സമയത്ത് പിന്നെ ഫിസിക്സ് അധികമായിട്ട് എനിക്ക് നോക്കേണ്ടി വന്നില്ല. എല്ലാം അത്യാവശ്യം അറിയാമായിരുന്നു. പിന്നെ എല്ലാ വീക്കിലെ എക്സാമിന് മുമ്പും സ്റ്റഡി മെറ്റീരിയലും വർക്ക് ബുക്കും പിന്നെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് NCERTലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയാണ് ഞാൻ എക്സാമിന് പോകുന്നത്. പിന്നെ ഇക്വേഷൻ കാണാൻ പഠിക്കുന്നതിനെക്കാട്ടി ഏറ്റവും നല്ലത് ആ ഇക്വേഷൻ എങ്ങനെ വന്നു അതൊക്കെ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പം പെട്ടെന്ന് നല്ല രീതിയിൽ ഓർമ്മയ്ക്കും ഏറ്റവും അവസാനമൊക്കെ. ക്വസ്റ്റ്യൻ ചെയ്യുമ്പം എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലാക്കി ചെയ്യണം. മനസ്സിലാക്കി ചെയ്യുമ്പോൾ നമുക്ക് അവസാനം എല്ലാം കൂടെ എളുപ്പമാകും. പിന്നെ മോഡൽ എക്സാമൊക്കെ വരുമ്പോഴത്തേക്ക് എളുപ്പത്തിൽ എല്ലാം എഴുതാനും പറ്റും. പിന്നെ ഫിസിക്സിൽ പിന്നെ അങ്ങനെ NCERT ഈ ചില ചാപ്റ്റർ, ഈ സെമി കണ്ടക്ടേഴ്സ്, ആറ്റംസ് ആൻഡ് ന്യൂക്ലിയർ, അങ്ങനത്തെ ചില ചാപ്റ്റർ NCERT വായിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ കെമിസ്ട്രിയെ പറ്റി പറയുകയാണെങ്കിൽ 3 ഡിവിഷൻസ് ഉണ്ട്: ഫിസിക്കൽ കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി. ഫിസിക്കൽ കെമിസ്ട്രി ഫിസിക്സിൻ്റെ കണക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും ചെയ്യുക. പിന്നെ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഇക്വേഷൻസ് കാണാൻ പഠിക്കാതെ അതെങ്ങനെ വന്നു എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ആകുമ്പം ഇപ്പോൾ ഇക്വേഷൻ മറന്നതായാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇൻഓർഗാനിക് കെമിസ്ട്രി ബയോളജി പഠിക്കുന്നത് പോലെ തന്നെ വീണ്ടും വീണ്ടും വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. നല്ല വോളറ്റൈലാണ്. അപ്പം മറന്നു പോകുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും വായിച്ച് NCERT മാത്രം വായിച്ചാൽ മതി. പിന്നെ പുറത്തുനിന്ന് അഡീഷണലായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഓർഗാനിക് കെമിസ്ട്രിയെ പറ്റി പറയുമ്പം +1 2 മെയിൻ ചാപ്റ്റേഴ്സ്, റിയാക്ഷൻ മെക്കാനിസവും ഹൈഡ്രോ കാർബണും. ഈ 2 ചാപ്റ്റർ നല്ല രീതിയിൽ തറവാണെങ്കിൽ പിന്നെ +2 കയറുമ്പോൾ ഉള്ള ഓർഗാനിക് കെമിസ്ട്രിയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓരോ റിയാക്ഷൻ്റെയും എല്ലാത്തിൻ്റെയും മെക്കാനിസം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. നെയിം റിയാക്ഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ NCERT നല്ല രീതിയിൽ വായിച്ചിരിക്കണം ഓർഗാനിക് കെമിസ്ട്രിയിലും. പിന്നെ NCERTലെ ബാക്കിലെ ക്വസ്റ്റ്യൻസിൽ NCERTക്ക് അകത്ത് പറയാത്ത കുറേ കാര്യങ്ങൾ ബാക്കിലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് പഠിക്കാൻ പറ്റും. ബയോളജിയെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും പറയുന്നത് കണക്ക് തന്നെ NCERT നല്ല രീതിയിൽ വായിച്ച് വൃത്തിക്ക് വായിച്ചെല്ലാം മനസ്സിലാക്കി വെക്കുക. NCERTയുടെ ഓരോ ലൈനും ഓരോ പിക്ചേഴ്സിൻ്റെ അകത്ത് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് അത് ഇത്രയും കറക്റ്റായിട്ട് അറിഞ്ഞു വെക്കുക. പിന്നെ കുറച്ച് ചാപ്റ്റേഴ്സ് നോൺ കോർഡേറ്റ അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ കാണാൻ പഠിക്കേണ്ടി വരും. അത് കാണാൻ പഠിക്കുക. പിന്നെ ബാക്കി കുറേ ചാപ്റ്റർ മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതായിരിക്കും നമുക്ക് കുറേ കാലം നമുക്ക് ഓർമ്മ വയ്ക്കാൻ സഹായിക്കുന്നത്. പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. മെയിനായിട്ട് NCERT നല്ല രീതിയിൽ വായിച്ചറിഞ്ഞ് ചെയ്യുക. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ പറയാൻ. ബെസ്റ്റ് ഓഫ്